ഹായ് ഓൾ, വെൽക്കം ടു റെക്സ് ആൻഡ് ഡയറീസ്. റെക്സ് ആൻഡ് ഡയറീസിൻ്റെ ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാർച്ച് 17 നടക്കുന്ന SSLC എക്സാമിന് വേണ്ടിയുള്ള കെമിസ്ട്രി റിവിഷൻ ക്ലാസ്സുകളാണ് ഈ ചാനലിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ്. ഓക്കെ, അപ്പോൾ COVID-19 ഭാഗമായിട്ട് ACERT പുറത്തിറക്കിയ പുതിയ എക്സാം സിലബസാണ് ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ പഠിക്കുമ്പോൾ ഈ ഒരു ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ നോക്കുക. ഇവിടെ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നതും ഈ ഒരു റിവിഷനിൽ ഡിസ്കസ് ചെയ്യുന്നതും ഈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനെ ബേസ് ചെയ്ത് തന്നെയായിരിക്കും. അപ്പോൾ എല്ലാം കവർ ചെയ്യുക, ഈ ടോപ്പിക്സിന് ഇത്തിരി ഇമ്പോർട്ടൻസ് കൂട്ടിക്കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ടോപ്പിക്ക് ഷെൽസ് ആൻഡ് സബ് ഷെൽസ്. എന്താണ് ഷെൽസ്, എന്താണ് സബ് ഷെൽസ് എന്നൊക്കെ അറിഞ്ഞിട്ടുണ്ടാവണം. ആൻഡ് ദ സെക്കൻഡ് വൺ, നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ സബ് ഷെൽസ്. അതായത് ഓരോ സബ് ഷെൽസിലും എത്ര ഇലക്ട്രോൺസ് ആണ് ഉള്ളത്, അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് ആണ് ഫില്ല് ചെയ്യാൻ പറ്റുന്നത് എന്ന് അറിഞ്ഞിട്ടുണ്ടാവണം. ആൻഡ് തേർഡ് വൺ, സബ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് അറിഞ്ഞിട്ടുണ്ടാവണം. ഫോർത്ത് വൺ, ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒരു സ്പെഷ്യൽ കേസാണല്ലോ, അപ്പോൾ ആ സ്പെഷ്യൽ കേസ് പഠിച്ചിട്ടുണ്ടാവണം. ഫിഫ്ത്ത് വൺ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയതിനു ശേഷം ഗ്രൂപ്പ്, പീരീഡ്, ബ്ലോക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നോക്കിയിട്ടുണ്ടാവണം. ആൻഡ് ദ സിക്സ്ത് വൺ, ഗ്രൂപ്പ് നമ്പർ ഓഫ് ദ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ്. എസ് ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാൻ അറിഞ്ഞിട്ടുണ്ടാവണം. ആൻഡ് സെവൻത്ത് വൺ, ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് കംപ്ലീറ്റായി പഠിച്ചിട്ടുണ്ടാവണം. എയ്ത്ത് വൺ, പി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്, അതും കംപ്ലീറ്റായി അറിഞ്ഞിട്ടുണ്ടാവണം. ആൻഡ് നയൻത്ത് വൺ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡി ബ്ലോക്ക് എലമെൻറ്റ്. ഡി ബ്ലോക്ക് എലമെൻറ്റ്സിൻ്റെ ആ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പോൾ അതും അറിഞ്ഞിട്ടുണ്ടാവണം. ഇവിടെ എഫ് ബ്ലോക്ക് എലമെൻറ്റ്സിനെ കുറിച്ച് അങ്ങനെ മെൻഷൻ ചെയ്യുന്നില്ല, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി പോവുക, ഈ ടോപ്പിക്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താ പീരിയോഡിക് ടേബിൾ എന്നാണ്. പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലമെൻറ്റ്സിനെ അതിൻ്റെ അറ്റോമിക് നമ്പറിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു ടേബിളാണ് പീരിയോഡിക് ടേബിൾ. ഓക്കെ, ഈ പീരിയോഡിക് ടേബിളിൽ 118 എലമെൻറ്റ്സ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ അതിൽ 118 എലമെൻറ്റ്സിനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പ്സ് ഉണ്ട്, അതേപോലെ തന്നെ 7 പീരീഡുകളും ഉണ്ട്. ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെർട്ടിക്കൽ കോളത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹൊറിസോണ്ടൽ റോസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പീരീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പീരീഡ്സുകളുടെ എണ്ണം എന്ന് പറയുന്നത് ഇവിടെ 7 ആണ്. അപ്പോൾ 7 പീരീഡുകളുണ്ട് ടോട്ടൽ, അതേപോലെ തന്നെ 18 ഗ്രൂപ്പുകളുമാണ് ഉള്ളത്. ഇനി ഈ ഓരോ ഗ്രൂപ്പുകൾക്കും ഓരോരോ ഗ്രൂപ്പ് നെയിംസ് ഉണ്ട്, അല്ലെങ്കിൽ ഫാമിലി എന്ന് നമുക്ക് വിളിക്കാം. അപ്പോൾ ആ ഫാമിലി നെയിംസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. ഫസ്റ്റ് ഗ്രൂപ്പിനെ വിളിക്കുന്ന കോമൺ നെയിം എന്ന് പറയുന്നത് ആൽക്കലി മെറ്റൽസ് ആണ്. സെക്കൻഡ് ഗ്രൂപ്പിനെ വിളിക്കുന്ന കോമൺ നെയിം ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നാണ്. ഓക്കെ, ഇനി 3 to 12 വരെയുള്ള ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന നെയിമാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഓക്കെ, 13 മുതൽ 16 വരെയുള്ള ആ ഒരു ഗ്രൂപ്പ് നെയിം ഓർത്തിരിക്കാൻ ഇത്തിരി എളുപ്പമുണ്ട്. കാരണം 13th ഗ്രൂപ്പിലുള്ള ആദ്യത്തെ എലമെൻറ്റ് ബോറോൺ ആണ്, അപ്പോൾ ആ ഒരു ഫാമിലിനെ വിളിക്കുന്ന നെയിം ബോറോൺ ഫാമിലി എന്നാണ്. അതേപോലെ 14th ഗ്രൂപ്പിൽ കാർബൺ ഫാമിലി. 15th ഗ്രൂപ്പിൽ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് നൈട്രജൻ ആണ്, അപ്പോൾ അതുകൊണ്ട് അതിനെ നൈട്രജൻ ഫാമിലി എന്ന് വിളിക്കാം. 16th ഗ്രൂപ്പിലെ ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്, അപ്പോൾ 16th ഗ്രൂപ്പ് എലമെൻറ്റ്സിനെ ഓക്സിജൻ ഫാമിലി എന്ന് വിളിക്കാം. അല്ലെങ്കിൽ വേറൊരു നെയിമും കൂടെ ഇതിന് ഉണ്ട്, അതാണ് ചാൽക്കോജൻസ്. ഓക്കെ, ചാൽക്കോജൻ. ആൻഡ് 17th ഗ്രൂപ്പിനെ വിളിക്കുന്ന കോമൺ നെയിമാണ് ഹാലോജൻസ്. 18th ഗ്രൂപ്പിനെ വിളിക്കുന്ന കോമൺ നെയിം എന്ന് പറയുന്നത് നോബിൾ ഗ്യാസസ് എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ, ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും, ഇവിടെ ഈ ബേരിയത്തിന് ശേഷമുള്ള 14 എലമെൻറ്റ്സ് മിസ്സിംഗ് ആണ്. അതായത് ലാന്തനം മുതലുള്ള 14 എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിളിൽ മിസ്സിംഗ് ആണ് അല്ലേ. അതുപോലെ തന്നെ ഇവിടെയും ആക്ടിനത്തിന് ശേഷമുള്ള ആ ഒരു 14 എലമെൻറ്റ്സ് മിസ്സിംഗ് ആണ്. കണ്ടോ, 56 കഴിഞ്ഞ് പിന്നെ 71 ആണ് കിടക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ 58 കഴിഞ്ഞ് പിന്നെ 103 ആണ് കിടക്കുന്നത്. അപ്പോൾ അവിടെയുള്ള 14 എലമെൻറ്റ്സ് മിസ്സിംഗ് ആണ്. അതിനെ സെപ്പറേറ്റ് ആയിട്ട് പീരിയോഡിക് ടേബിളിൻ്റെ താഴെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാന്തനത്തിന് ശേഷമുള്ള ആ ഒരു എലമെൻറ്റ്സിനെയാണ്, ആ
ലാന്തനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. അതേപോലെ തന്നെ ആക്റ്റിനത്തിന് ശേഷമുള്ള എലമെൻസിനെയാണ് ആക്റ്റിനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടും സെപ്പറേറ്റ് പീരീഡ്സ് ആയിട്ട് താഴെ തന്നെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ട്രാൻസിഷൻ എലമെൻസിൻ്റെ അകത്തുള്ള എലമെൻസാണ് ഇത് അല്ലേ. അതിൻ്റെ അകത്ത് ട്രാൻസിഷൻ എലമെൻറ്റിൽ തന്നെ വരുന്ന എലമെൻസ്, അതിൻ്റെ അകത്തുള്ള എലമെൻസാണ് ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലാന്തനോയിഡ്സിനെയും ആക്റ്റിനോയിഡ്സിനെയും നമുക്ക് ഇന്നർ ട്രാൻസിഷൻ എലമെൻസ് എന്ന് വിളിക്കാം. ഓക്കെ, എന്താണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻസ്? ഈ പീരിയോഡിക് ടേബിളിനെ 4 ബ്ലോക്കായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. 4 ബ്ലോക്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പും എസ് ബ്ലോക്ക് നമ്മളറിയാം, എസ് ബ്ലോക്ക് എലമെൻസ് ആണ് പെടുക. അതേപോലെ തന്നെ 13 മുതൽ 18 വരെയുള്ള ഈ ഒരു ബ്ലോക്സിനെ നമുക്ക് പി ബ്ലോക്സ് എന്ന് വിളിക്കാം, പി ബ്ലോക്ക് എലമെൻ്റ് എന്ന് വിളിക്കാം. അതേപോലെ തന്നെ ഈ 3 മുതൽ 12 വരെയുള്ള ആ ഒരു ഗ്രൂപ്പ്സിനെ നമുക്ക് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് വിളിക്കാം, ഡി ബ്ലോക്ക്. ഇനി ഈ ലാന്തനോയിഡും ആക്റ്റിനോയിഡ്സും ഉണ്ടല്ലോ, ഈ ലാന്തനോയിഡും ആക്റ്റിനോയിഡ്സിനെയും എഫ് ബ്ലോക്ക് എലമെൻ്റ് എന്ന് വിളിക്കാം. അപ്പോൾ ടോട്ടലി നമ്മുടെ പീരിയോഡിക് ടേബിളിനെ നമുക്ക് 4 ബ്ലോക്കായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. എസ്, പി, ഡി, എഫ് ബ്ലോക്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നത് അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ്റെ ബേസിസിലാണ് ഇങ്ങനെ എസ്, പി, ഡി, എഫ് എന്ന് പറഞ്ഞ 4 ബ്ലോക്കായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. എന്താ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നാണ് അതിൽ പറയാൻ പോകുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റത്തിൻ്റെ ഷെല്ലിൽ എങ്ങനെയാണോ ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യുന്നത്, ആ അറേഞ്ച്മെൻറ്റിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഷെൽസ് ഓഫ് ആൻ ആറ്റംസ്, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഒരു ആറ്റത്തിലെ ഷെല്ലുകളിലേക്ക് ഇലക്ട്രോൺസിനെ അറേഞ്ച് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. ആറ്റത്തിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ അതിൽ നടുക്ക് കാണുന്നതാണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസിൻ്റെ അകത്താണ് പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ ന്യൂക്ലിയസിൻ്റെ സറൗണ്ടിങ് ആയിട്ട് കുറേ സർക്കുലർ പാത്ത് ഉണ്ട്. ഈ സർക്കുലർ പാത്തിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ലുകൾ എന്ന് വിളിക്കുന്നത്. ഈ ഷെല്ലുകളിലാണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്നത്. അങ്ങനെ ഷെല്ലുകളെ നെയിം ചെയ്യുമ്പോൾ ആദ്യത്തെ ഷെല്ലിൻ്റെ പേര് കെ ഷെല്ലാണ്, രണ്ടാമത്തത് എൽ, മൂന്നാമത്തത് എം, നാലാമത്തത് എൻ. KLMN എന്നാണ് നമ്മൾ ഷെല്ലുകൾക്ക് പേരിട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഷെല്ലിന് കെ ഷെൽ എന്ന് പറയും, സെക്കൻഡ് ഷെല്ല് എൽ, തേർഡ് ഷെല്ല് എം, ഫോർത്ത് ഷെൽ എൻ. ഇനി ഓരോ ഷെല്ലിലും കൊള്ളാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. അതിപ്പോൾ കെ ആണെങ്കിൽ കെയിൽ മാക്സിമം 2 ഇലക്ട്രോൺസേ അതിൽ ഫില്ല് ചെയ്യുള്ളൂ. എൽ ആണെങ്കിൽ അതിൽ 8 ഇലക്ട്രോൺസ് വരെ ഫില്ല് ചെയ്യാം. അത് കഴിഞ്ഞ് പിന്നെ 11 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ അത് എമ്മിലേ ഫില്ല് ചെയ്യുള്ളൂ. ഓക്കെ, എം ആണെങ്കിൽ 18 ഇലക്ട്രോൺസ് വരെ ഫില്ല് ചെയ്യാം. എൻ ആണെങ്കിൽ 32 ഇലക്ട്രോൺസ് ആണ് ഫില്ല് ചെയ്യാൻ പറ്റുക. എൻ ഷെല്ലിലാണ് 32 ഇലക്ട്രോൺസ്, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് രണ്ടാറ്റത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. ഇപ്പോൾ സോഡിയം എടുത്തു. സോഡിയം എന്ന് പറയുന്നത് അതിൻ്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഷെൽ വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരിക, ഫസ്റ്റ് ഷെല്ല് 2, രണ്ടാമത്തെ ഷെല്ല് മാക്സിമം 8, 2 + 8 10 ആയി. ഈ ബാക്കി വരുന്ന ഒരു ഇലക്ട്രോൺ അടുത്ത ഷെല്ലിൽ ഫില്ല് ചെയ്യും. അപ്പോൾ 2, 8, 1. ഓക്കെ, ഇനി നമ്മൾ പൊട്ടാഷ്യം എടുത്തു. പൊട്ടാഷ്യത്തിൻ്റെ 19 ആണ്. ഓക്കെ, അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഫില്ല് ചെയ്യണം. ഫസ്റ്റ് ഷെല്ല് 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തു, സെക്കൻഡ് ഷെല്ലിൽ 8, തേർഡ് ഷെല്ലിൽ 9 എന്ന് നിങ്ങൾക്ക് തോന്നും, 9 എന്നായിരിക്കും വരേണ്ടതെന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷേ 9 അല്ല. നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ആ പീരിയോഡിക് ടേബിളിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എടുത്ത് നോക്കുമ്പോൾ 2, 8, 1 എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് ശരിക്കും കറക്റ്റായിട്ട് അവിടെ വരുന്നത്. അപ്പോൾ ആക്ച്വലി ഇവിടെ തേർഡ് ഷെൽ എടുക്കുകയാണെങ്കിൽ ഈ തേർഡ് ഷെല്ല് 18 ഇലക്ട്രോൺസ് വരെ ഫില്ല് ചെയ്യാം. എന്നാൽ പോലും ഇവിടെ 8 ഇലക്ട്രോൺ ഫില്ല് ചെയ്തിട്ട് ബാക്കിയുള്ള ഇലക്ട്രോൺ ഏത് ഷെല്ലിലേക്ക് പോവുകയാണ്, അടുത്ത ഷെല്ലായ എൻ ഷെല്ലിലോട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ നടക്കുന്നത്? ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെല്ലുകൾക്കുള്ളിൽ തന്നെ കുറേ കുഞ്ഞു കുഞ്ഞു ഷെല്ലുകളുണ്ട്. അതിനെയാണ് നമ്മൾ സബ് ഷെൽസ് എന്ന് പറയുന്നത്. ഷെല്ലുകൾക്ക് ഉള്ളിലുള്ള ഷെല്ലുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സബ് ഷെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഷെല്ലുകൾ എടുക്കുകയാണെങ്കിലും അതിനെന്തുണ്ട്, സബ് ഷെൽസും ഉണ്ട്.
അപ്പോൾ ഏതാണോ ഷെൽ നമ്പർ അത്രയും തന്നെ അവിടെ എന്തും കാണാൻ പറ്റും, നമുക്ക് സബ് ഷെൽസും കാണാൻ സാധിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഷെല്ല് ആയ കെ ഷെല്ലാണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കുക. ഫസ്റ്റ് ഷെല്ലാണ് കെ ഷെല്ല്. അതിൽ ആകെ കൂടെ ഒരു സബ് ഷെല്ലേ ഉണ്ടാവുള്ളൂ. ആ സബ് ഷെല്ലാണ് എന്തെന്ന് പറയുന്നത്, എസ് സബ് ഷെൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കെയിൽ എന്ത് സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ, എസ് സബ് ഷെല്ല് മാത്രമേ ഉള്ളൂ. ഇനി സെക്കൻഡ് മെയിൻ ഷെൽ എന്ന് പറയുന്നത് ഏതാണ്, എൽ ഷെല്ലാണ്. ഈ എൽ ഷെല്ലിൽ എസ് എന്ന് പറയുന്ന സബ് ഷെല്ലും ഉണ്ടാവും, പി എന്ന് പറയുന്ന സബ് ഷെല്ലും ഉണ്ടാവും. അപ്പോൾ സെക്കൻഡ് ഷെല്ലായതുകൊണ്ട് അവിടെ എന്തുണ്ട്, 2 സബ് ഷെൽസ് ഉണ്ട്. അപ്പോൾ എല്ലിൽ എസും പിയും ഉണ്ട്. കിട്ടിയില്ലേ? ഇനി തേർഡ് ഷെല്ലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അവിടെ എം ഷെല്ലാണല്ലേ. എം ഷെല്ലിൽ 3 സബ് ഷെൽസ് ഉണ്ടാവും, കാരണം തേർഡ് ഷെല്ലാണല്ലോ. അപ്പോൾ 3 എന്ന് പറയുമ്പോൾ എസ്, പി, ഡി, അങ്ങനെ 3 ഉണ്ടാവും. എസ്, പി, ഡി. ഓക്കെ. ഇനി ഇതേപോലെ തന്നെയാണ് ഫോർത്ത് ഷെല്ല്. ഫോർത്ത് ഷെല്ല് എന്ന് പറയുന്നത് എൻ ഷെല്ലാണ്. അവിടെ 4 സബ് ഷെല്ല് ഉണ്ടാവും. എസ്, പി, ഡി, എഫ്. 4 സബ് ഷെൽസാണ് അവിടെ കാണാൻ പറ്റുക. എസ്, പി, ഡി, എഫ്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് സബ് ഷെൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ഷെല്ലുകൾ എടുക്കുകയാണെങ്കിലും അതിൽ തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്, സബ് ഷെല്ലുകളെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് സബ് ഷെൽസിനെ ഒന്ന് നെയിം ചെയ്ത് നോക്കാം. ഇവിടെ ആദ്യത്തെ ഷെല്ല് നമ്മൾ കൺസിഡർ ചെയ്യണ ആദ്യത്തെ ഷെല്ല് എന്ന് പറയുന്നത് കെ ഷെല്ലാണല്ലേ. അതിൽ എസ് സബ് ഷെല്ല് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഷെല്ലിലെ എസ് സബ് ഷെല്ല് എങ്ങനെ നെയിം ചെയ്യാം, 1S. ഓക്കെ. ഇനി സെക്കൻഡ് ഷെൽ എന്ന് പറയുന്നത് എൽ ഷെല്ലാണ്. അതിൽ ഏതൊക്കെയുണ്ട്, എസ്സും ഉണ്ട്, പിയും ഉണ്ട്, അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഷെല്ലിലെ എസ് സബ് ഷെല്ലിനെ നമുക്ക് 2S എന്ന് വിളിക്കാം. സെക്കൻഡ് ഷെല്ലിലെ പിനെ നമുക്ക് 2P എന്നും വിളിക്കാം. ഓക്കെ. ഇനി അതേപോലെ തന്നെ തേർഡ് ഷെല്ല് നമ്മൾ കൺസിഡർ ചെയ്യുന്ന തേർഡ് ഷെല്ല് എന്ന് പറയുന്നതാണ് എം ഷെല്ല് അല്ലേ. ഈ എം ഷെല്ലിൽ 3 സബ് ഷെല്ലാണുള്ളത്. എന്താണ്, എഫ്, പി, ഡി അല്ലേ. ഇങ്ങനെ 3 സബ് ഷെല്ലാണുള്ളത്. അപ്പോൾ തേർഡ് ഷെല്ലിലെ എസ് സബ് ഷെല്ലിനെ 3S എന്ന് വിളിക്കാം, പി സബ് ഷെല്ലിനെ 3P എന്ന് വിളിക്കാം, തേർഡ് ഷെല്ലിലെ ഡീനെ നമുക്ക് 3D എന്ന് വിളിക്കാം. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഫോർത്ത് ഷെല്ല് എടുക്കുകയാണെങ്കിൽ അവിടെ ആരൊക്കെയുണ്ട്, എസ്, പി, ഡി, എഫ് അല്ലേ. 4 സബ് ഷെൽസുകൾ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അവിടെയുള്ള സബ് ഷെല്ലിനെ എങ്ങനെ നെയിം ചെയ്യാം, നമുക്ക് ഫോർത്ത് ഷെല്ലിലെ എസ് സബ് ഷെല്ല് 4S, അതേപോലെ ഫോർത്ത് ഷെല്ലിലെ പി എന്ന് പറയുന്നത് 4P, ഫോർത്ത് ഷെല്ലിലെ ഡി 4D, പിന്നെ ഫോർത്ത് ഷെല്ലിലെ എഫിനെ 4F എന്ന് വിളിക്കാം. ക്ലിയർ അല്ല? അപ്പോൾ ഇങ്ങനെയാണ് സബ് ഷെൽസിനെ നെയിം ചെയ്യുന്നത്. ഓക്കെ. ഇനി ഓരോ സബ് ഷെല്ലിലും എത്ര ഇലക്ട്രോൺസ് ആണ് ഫില്ല് ചെയ്യണമെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ആദ്യത്തെ സബ് ഷെൽ എന്ന് പറയുന്നത് എസ് സബ് ഷെല്ലാണ്. എസ് സബ് ഷെല്ലിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ. 2 ഇലക്ട്രോൺസ് എസ് സബ് ഷെല്ലിൽ ഫില്ല് ചെയ്യുള്ളൂ. ഓക്കെ. ഇനി അതേപോലെ തന്നെ അടുത്തത് പി ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പി ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിൽ 6 ഇലക്ട്രോൺ, മാക്സിമം 6 ഇലക്ട്രോൺസേ പി സബ് ഷെല്ലിൽ ഫില്ല് ചെയ്യുള്ളൂ. അത് ഏതായാലും അത് ചിലപ്പോൾ 2P ആയിരിക്കും, അല്ലെങ്കിൽ 3P ആവാം, അല്ലെങ്കിൽ 4P ആവാം, 5P ആവാം. അങ്ങനെ ഏത് പി സബ് ഷെൽ എടുത്തു കഴിഞ്ഞാലും അതിൽ മാക്സിമം എന്തേ വരുള്ളൂ, 6 ഇലക്ട്രോൺസേ ഫില്ല് ചെയ്യുള്ളൂ. ഇനി അതേപോലെ തന്നെ ഡി സബ് ഷെൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എത്രയായിരിക്കും, 10 ആണ്. ഓക്കെ. ഇനി എഫ് സബ് ഷെൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 14 ആണ് എന്തെന്ന് പറയുന്നത്, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ സബ് ഷെല്ലും ഇത്ര ഇലക്ട്രോൺസ് വെച്ച് ഫില്ല് ചെയ്യാമെന്നുണ്ട്. അപ്പോൾ ആ ഒരു നമ്പറാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും എക്സാമിന് വരാറുള്ള ഒരു ക്വസ്റ്റ്യനുമാണ്. അതായത് ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദിക്കുക, 1Sൽ എത്ര ഇലക്ട്രോൺസ് വരെ മാക്സിമം ഫില്ല് ചെയ്യാം, 2 ഇലക്ട്രോൺസ്. അല്ലെങ്കിൽ ഇങ്ങനെയും ചോദിക്കാം, എസ്സിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം, അപ്പോഴും എന്തെഴുതാം, 2 ഇലക്ട്രോൺസിന് എഴുതാം. അതേപോലെ തന്നെ ഡി സബ് ഷെൽ എടുക്കുകയാണെങ്കിലും അതിൽ മാക്സിമം ഇലക്ട്രോൺസ് എത്ര ഫില്ല് ചെയ്യാം, അപ്പം നമുക്ക് എഴുതാം, അതെന്താണ് 10 ഇലക്ട്രോൺസ് ആണെന്ന് എഴുതാം. അപ്പോൾ 3D എന്ന് തന്നാലും 4D എന്ന് തന്നാലും എങ്ങനെ തന്നാലും നമുക്ക് എന്ത് എഴുതാൻ പറ്റും, മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അതിൽ ഫില്ല് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും, 10 ആയിരിക്കും. ഓക്കെ. ക്ലിയർ ആയില്ലേ? അപ്പോൾ ഇത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവണം. ഇനി ഓരോ ഷെല്ലിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 2, 8, 18, 32 ആണെന്ന് അല്ലേ. ഫസ്റ്റ് ഷെല്ലാണെങ്കിൽ അതിൽ എത്രയാണ് വരുന്നത്, 2 ആണ്. സെക്കൻഡ് ഷെല്ലാണെങ്കിൽ 8 ആണ്. തേർഡ് ഷെല്ലാണെങ്കിൽ 18 ആണ്. ഫോർത്ത് ഷെൽ ആണെങ്കിൽ അതിൽ ഫില്ല് ചെയ്യാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 32 ആണ്. ഇതിനി എങ്ങനെ കിട്ടിയെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഷെല്ല് എടുക്കുകയാണെങ്കിൽ അതിൽ ഏത് സബ് ഷെല്ലാണുള്ളത്, എസ് സബ് ഷെല്ലാണുള്ളത് അല്ലേ. അപ്പോൾ എസ് സബ് ഷെല്ല് മാക്സിമം ഫില്ല് ചെയ്യുന്നത് 2 അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ഷെല്ല് കെ ഷെല്ലിൽ എപ്പോഴും 2 ഇലക്ട്രോൺസേ ഫില്ല് ചെയ്യുള്ളൂ എന്ന് പറയുന്നത്.
ഓക്കെ. ഇനി അതേപോലെ തന്നെ സെക്കൻഡ് ഷെല്ല് എടുത്തു. സെക്കൻഡ് ഷെല്ലിൽ എന്തൊക്കെയുണ്ട്? എസ്സും ഉണ്ട്, പിയും ഉണ്ട് അല്ലേ? നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? എസ്സിൽ മാക്സിമം 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാം, പിയിൽ 6 ഇലക്ട്രോൺ ഫില്ല് ചെയ്യാം. അപ്പോൾ 2 + 6 എന്ത് വരും? 8. അപ്പോൾ അതുകൊണ്ടാണ് സെക്കൻഡ് ഷെൽ ആയ എൽ ഷെല്ലിൽ എപ്പോഴും 8 ഇലക്ട്രോൺസേ ഫില്ല് ചെയ്യുള്ളൂ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി തേർഡ് ഷെൽ എടുക്കാം. തേർഡ് ഷെല്ലിൽ ഏതൊക്കെ സബ്ഷെൽസ് വരുന്നുണ്ട്? എസ്, പി, ഡി അല്ലേ? ഇങ്ങനെ 3 സബ്ഷെല്ല് വരുന്നുണ്ട്. അപ്പോൾ എസ്സിൽ 2, അതേപോലെ തന്നെ പിയിൽ 6, ഡിയിൽ എത്രയാണ്? 10. അപ്പോൾ 2 + 6 + 10 എത്ര വരും? 18. അപ്പോൾ 18 ആണ് തേർഡ് ഷെല്ലിൽ ഫില്ല് ചെയ്യുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ. അതാണ് എം ഷെല്ലിൽ ഫില്ല് ചെയ്യുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇനി ഓരോ ഷെല്ലും ഫില്ല് ചെയ്യാവുന്ന മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ വേറൊരു ഫോർമുല വെച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഫോർമുലയാണ് 2n² എന്ന് പറയുന്നത്. നിങ്ങൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൽ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെൽ നമ്പറാണ്. n എന്ന് പറഞ്ഞാൽ ഷെൽ നമ്പർ, ഏത് ഷെൽ നമ്പറാണോ അതാണ് എന്നിൻ്റെ വാല്യൂ ആയിട്ട് നമ്മളവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഷെല്ലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്ത് കിട്ടും? 2 × 1². 1² 1 ആണ്. 1 × 2 2. കണ്ടോ? 2 ഇലക്ട്രോൺസ്. ഇനി സെക്കൻഡ് ഷെല്ലാണെങ്കിൽ 2 × 2². 2² 4 ആണ്. അപ്പോൾ 4 × 2 8. 8 ഇലക്ട്രോൺസ്. ഇനി തേർഡ് ഷെല്ലാണെങ്കിൽ 2 × 3². 3² എന്ന് പറഞ്ഞാൽ 9 ആണ്. 9 × 2 18 ആണ്. അപ്പോൾ 18 ഇലക്ട്രോൺസ് ആണ് അതിൽ ഫില്ല് ചെയ്യുന്നത്. ഇനി അതേപോലെ തന്നെ ഇനി ഫോർത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ 2 × 4² എഴുതാം. അപ്പോൾ 4² 16 ആണ്. 16 × 2 32.